അയ്യങ്കാളിയും മന്നത്ത് പത്മനാഭനും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ഒക്കെ സങ്കല്പിച്ച ഒരു സങ്കല്പം നമ്മുടെ കേരളത്തിൽ ഇന്നില്ല. വേറൊരു തമാശ പറയാം. നാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം, അത് ഏത് ജാതിയാന്ന് ഈഴവന്മാർക്ക് വേണ്ടിയിട്ട് ക്ഷേത്രം ഉണ്ടാക്കി. പക്ഷെ ശ്രീനാരായണ ഗുരു ഈഴവന്മാർക്കല്ല ഉണ്ടാക്കിയത്, ആർക്കും വരാൻ പോകുന്ന ക്ഷേത്രമാണ്. പക്ഷെ എടുത്തു വന്നപ്പോൾ കമ്മിറ്റി എന്ത് തീരുമാനിച്ചു? തെയ്യം കെട്ടുന്നവര് ലോ കാസ്റ്റ് ആണെന്ന് പറയുന്ന ഈ പറഞ്ഞിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ്ലി റിസർവ്ഡ് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ളവരാണ് തെയ്യം ആർട്ടിസ്റ്റുകൾ. അവരുടെയൊക്കെ ഒരു മുറി എന്ന് പറയുന്നത് തെയ്യത്തിന്റെ ഒരു സ്ഥാനമുണ്ട്. അത് ഭഗവാന്റെ സങ്കല്പത്തിലുള്ള സ്ഥലമാണ്. തെയ്യം വേഷം കെട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ സവർണന്മാരും ഹയർ കാസ്റ്റുകാരും അവരുടെ മുമ്പിൽ തൊഴുതുകൊണ്ടിരിക്കണം. ഇതിനുണ്ടായ ഒരു സങ്കല്പമാണ് തെയ്യം. ആദ്യമായിട്ട് കൺവേർഷൻ നടത്തിയതാരാന്നറിയോ? ഈ നമ്മളിപ്പം ഇന്ത്യയിലെ അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ അഖണ്ഡ ഭാരത സങ്കല്പത്തിലൊക്കെ തന്നെ ശങ്കരാചാര്യർ നമുക്കൊരു ചാതുർവർണ്ണ വ്യവസ്ഥിതി നടപ്പിലാക്കി എന്ന് പറയും. ഈ ചാതുർവർണ്ണ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെ 4 5 ചാതുർവർണ്ണ്യം. അത് ശങ്കരാചാര്യരല്ല, ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറയുന്നുണ്ട്, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം, ഞാൻ ഉണ്ടാക്കിയതാണ് ഈ 4 വർണ്ണം. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. 4 ഓക്കെ, ചാതുറാണല്ലോ. അപ്പോൾ ഇതിനകത്ത് ഈ ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും വൈശ്യനെയും ശൂദ്രനെയും തരംതിരിക്കുന്നതിലൂടെ നമ്മുടെ നാട്ടിൽ മറ്റുള്ളവരെ മനുഷ്യരായി കണ്ടില്ല എന്നുള്ളൊരു വാദമുണ്ട്. ഇതെന്തുകൊണ്ടാ വെച്ചാൽ സ്വഭാവ പ്രഭവൈർ ഗുണൈ എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ. സ്വഭാവം അനുസരിച്ചിട്ടാണ്, അതായത് ബ്രെയിനിന്റെ രീതിയാണല്ലോ സ്വഭാവം. നിങ്ങളുടെ ആഗ്രഹം എന്താണ്? നമ്മുടെ വിഷ്ണു സഹസ്രനാമത്തിൽ ഇതാര് ചൊല്ലണം? വിഷ്ണു സഹസ്രനാമത്തിന്റെ തുടക്കത്തിൽ ധ്യാന ശ്ലോകമുണ്ട്. ആരാണ് ചൊല്ലേണ്ടത് എന്ന് ധർമ്മപുത്രർ ഭീഷ്മരോട് ചോദിക്കും. അപ്പോൾ ഭീഷ്മർ പറഞ്ഞു കൊടുക്കുന്ന ഉത്തരമായിട്ടാണ് കാണിക്കുന്നത് അതിനകത്ത്. അതാണോ എന്ന് നമുക്കറിയില്ല, അങ്ങനെയാണ് അതിൻ്റെ. വേദാന്തകോ ബ്രാഹ്മണ, ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. വേദം അല്ല, അതുകൊണ്ട് 4 വേദം പഠിച്ചാലേ ബ്രാഹ്മണനാവുള്ളൂന്നില്ല. അറിയാനും അറിയിക്കാനും താല്പര്യമുള്ളവൻ, അറിയാനും അറിയിക്കാനും താല്പര്യമുള്ളവൻ അവനാണ് ബ്രാഹ്മണൻ. എനിക്ക് പഠിക്കാനും പഠിപ്പിക്കാനും ഇഷ്ടമാണ് എന്നുവെച്ചാൽ എല്ലാ നല്ല മാഷന്മാർ, അത് മാഷായിട്ട് ജോലി ചെയ്യണമെന്നൊന്നുമില്ല. എനിക്ക് പഠിക്കാനും ഇഷ്ടമാണ് പഠിപ്പിക്കാനും ഇഷ്ടമാണ് എങ്കിൽ ഞാൻ ബ്രാഹ്മണനായി. വേദാന്തകോ ബ്രാഹ്മണ ക്ഷത്രിയോ വിജയീ ഭവേത്. പവർ പൊസിഷൻ ഒക്കെ ഉണ്ടാക്കിയെടുക്കണം, അത് മാനേജ് ചെയ്യാൻ കഴിയണം, ആ ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉണ്ടാവണം. നമ്മൾ ആദ്യം ആലോചിക്കുക, ഇപ്പം മാഷായിട്ട് ചേർന്നു, എപ്പോഴാണ് ഹെഡ് മാഷാവുക എന്ന് ആലോചിച്ചാൽ അവൻ ക്ഷത്രിയനായി. സംഭവം മനസ്സിലായി അല്ലേ? ആക്ച്വലി അപ്പോൾ ജനിച്ച നമ്മളുടെ ഫാമിലിയുടെ ഒരു ബന്ധവുമില്ല. അതാണ് ഭഗവാൻ പറഞ്ഞത്. ഭഗവാൻ പറഞ്ഞതിനപ്പുറത്ത് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ടാവില്ല, ഉറപ്പാ. അപ്പൊ അതിനപ്പുറത്ത് ഒരു ഹിന്ദുവിനും ഇത് അറിയില്ല എന്നുള്ളതാണ്. അബി, നിങ്ങൾ ബ്രാഹ്മണനായിട്ട് ജനിച്ചു എന്നുണ്ടെങ്കിൽ ബ്രാഹ്മണനായില്ലെന്ന് നമ്മള് ക്ഷത്രിയനാണോ ഇപ്പൊ ഡൗട്ട് ആവും. കാരണം എന്താണ്? വൈശ്യനാണോ? അതിൽ നമ്മൾ അറിയേണ്ടത്, ചാണക്യൻ ഉണ്ടല്ലോ നമ്മുടെ, അദ്ദേഹം ഏറ്റവും നല്ല ബ്രാഹ്മണനാണ്. പഠിക്കുക പഠിപ്പിക്കാന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് റെക്കഗ്നീഷൻ കിട്ടിയില്ല എന്നുള്ള തോന്നിയത് അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് ഒന്നും അയാളടുത്ത് പഠിക്കാൻ വരാണ്ട് വേറെ ട്യൂഷൻ സെന്ററിൽ പോകുമ്പോൾ രാജ്യം വിട്ട ആളാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അയാൾക്ക് ക്ഷത്രിയനാവാൻ പറ്റില്ല, അയാളുടെ സ്റ്റുഡന്റിനെ പിടിച്ച് ക്ഷത്രിയനാക്കിയതാണ് ഒരു വംശം തുടങ്ങിയത്. ലോകം മുഴുവൻ ഭരിച്ച വംശമല്ലേ ഇത്? അതുകൊണ്ടാ പറഞ്ഞത്. അപ്പൊ എനിക്ക് ക്ഷത്രിയനാവാൻ പറ്റില്ലെങ്കിലും ഞാൻ ക്ഷത്രിയന്മാരെ സൃഷ്ടിച്ചിട്ട് അവരുടെ ഗുരുവായിരുന്നാ പോരെ. അതെ അതെ അതെ, അവിടെ നമ്മൾ ബ്രാഹ്മണനാണ്. ആ ബ്രാഹ്മണനാണ് അവിടെ ഏറ്റവും പവർഫുൾ ആവുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ല ബ്രാഹ്മണൻ കാണിച്ചു കൊടുക്കേണ്ടത് ഇദ്ദേഹത്തെയാണ്, ബ്രാഹ്മണൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ളത് വൈശ്യോ ധനസമൃദ്ധ. ശമ്പളപ്പെഴാ കിട്ടാന്ന് ആലോചിക്കുന്ന മാഷാണെങ്കിൽ നിങ്ങൾ വൈശ്യനാണ്. എനിക്ക് ഹെഡ്മാഷൊന്നും ആവണ്ട, പക്ഷെ 30-ാം തീയതി എപ്പോഴാവും ആലോചിച്ചോണ്ടിരിക്കുന്നവരുണ്ട്. വയറ്റപ്പഴപ്പ് മാത്രമാണ്, വേറെ ഒരു ചിന്തയില്ല. അവിടെ അല്ല, ക്രയവിക്രയത്തിന്റെ തലവും കൂടി ഇല്ല. അതെല്ലാം ഉണ്ട്. വൈശ്യന്മാരെന്ന് പറഞ്ഞാൽ മധ്യപ്രദേശ് ആരാണോ ആലോചിക്കുന്നത് അവരൊക്കെ വൈശ്യന്മാര്. ആരാണോ ശരിക്കും മധ്യപ്രദേശ് അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് ഇന്ത്യയുടെ സ്റ്റേറ്റ്. ഞാൻ പറയാം, പിന്നെ എന്താ പറയാ, സിന്ധികൾ, പാഴ്സികൾ ആണ്, പിന്നെ മറവാടികൾ, ഗുജറാത്തികൾ, ഏരിയയിലെ അവര് ചെയ്യുന്ന ബിസിനസ്. കുറച്ചും കൂടി അങ്ങോട്ട് എത്തുമ്പോ ഏറ്റവും നല്ല യുദ്ധം നടന്നിട്ടുള്ള UP, ആ പഞ്ചാബ് ബെൽറ്റൊക്കെ നമ്മുടെ ക്ഷത്രിയന്മാരാണ്, മസിൽ പവറുള്ള സ്ഥലം. അതിനു മുകളിലുള്ള കാശ്മീരാണ് നമ്മുടെ തല. ഏറ്റവും നല്ല ബുദ്ധിമാന്മാർ. കാശ്മീർ ശൈവിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിതന്മാർ, കാശ്മീർ പണ്ഡിറ്റ്സ്. കേരള പണ്ഡിറ്റ്സ് എവിടെയും കേട്ടില്ല, കാശ്മീർ പണ്ഡിറ്റ്സ് എന്നേ കേട്ടിട്ടുള്ളൂ. പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
പാണ്ഡകൾ എന്നാണ്. വെളുപ്പും കറുപ്പും തിരിച്ചറിയാനുള്ള കഴിവാണ്. അതുകൊണ്ട് പാണ്ഡക്ക കളർ കൊടുത്തു. അല്ലാതെ അറിവുള്ളവനല്ല, അറിവിന്റെ ഭാഗമല്ല പണ്ഡിറ്റ് എന്നുള്ളത്. അറിവാണ്, അറിവുള്ളപ്പോഴേ വെളുപ്പും കറുപ്പും തിരിച്ചറിയും. വിവേചന ബുദ്ധിയുള്ളവനാണ് അവൻ. ബ്രാഹ്മണനാണ്. കഴിവ് കാണിച്ചു കൊടുക്കാൻ കഴിവുള്ളവൻ. ഇയാൾക്ക് കഴിവുണ്ടാവും, പക്ഷെ കാണിച്ചു കൊടുക്കാൻ അറിയില്ല. അപ്പൊ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ശൂദ്രൻ പറഞ്ഞിട്ടില്ല, സുഖമാപ്നുയാത്താണ്. ശൂദ്രൻ സുഖം മാത്രം ആഗ്രഹിക്കുന്നവരാണ്. അതാണ് ചാലക്കുടിയിൽ ഏറ്റവും കൂടുതൽ കുടിക്കുന്നത്. അപ്പൊ രണ്ടു തരത്തില് നമുക്ക് സുഖം. കരുനാഗപ്പള്ളിയാണ്. എന്തുകൊണ്ടാണ് രണ്ടു തരത്തില് സുഖം പറ്റും? ഒന്ന് സ്ഥിരമായ സുഖം, അത് സ്പിരിച്വാലിറ്റി. സ്പിരിറ്റ് മാത്രമായാൽ താൽക്കാലിക സുഖം. ഇതിന്റെ പിന്നാലെ പോകുന്നവർ ഏറ്റവും കൂടുതൽ കേരളത്തിലായിരിക്കും. നോക്കിക്കോളൂ. അല്ല, അപ്പൊ ഇത് വളരെ ഈ സ്ഥിരമായ സുഖം ആഗ്രഹിക്കുന്നവരും അത് സ്പിരിച്വാലിറ്റിയിൽ എത്തണം. ആത്മീയതയിലെത്തിയാലേ വരും. അത് ബ്ലിസ്. അത് ഈ 4 ആവണം. ഈ 4 ആവണം. അതാണ് ചോദിച്ചത്. നല്ല ചോദ്യമാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത്, അതുകൊണ്ടാണ് പറഞ്ഞത് ഭാരതീയ സങ്കല്പത്തിൽ നമ്മൾ തുടങ്ങിയത് അവിടെയാണെന്ന് ആലോചിക്കണം. അതെ അതെ അതെ. ഓക്കെ. അഗ്രതശ്ചതുരോ വേദ. പക്ഷേ അതുകൊണ്ട് ഏറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞല്ലോ എൻ്റെ കമന്റ് ഇടുന്ന ആളെ ഒരു ഡിസ്കഷൻ വിളിച്ചോട്ടെ എന്ന്. ഞാൻ പറഞ്ഞില്ല, വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അവന്റെ അന്ത്യം കണ്ടിട്ട് വിടുള്ളൂ. ജന്മം കൊണ്ട് ക്ഷത്രിയനാ ഞാൻ. നമ്പ്യാരാണ്. നമ്പ്യാര് ഭരിക്കുന്ന ആളാണ്. പക്ഷെ എന്റെ പഠനം കൊണ്ട് നായരൊക്കെ ഈ ശൂദ്ര വിഭാഗത്തിൽ അല്ല. നമ്മളൊക്കെ നാഗന്മാര് ടിബറ്റിൽ നിന്ന് വന്നിട്ടുള്ള ഭരണാധിപന്മാരാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഭരിക്കുക ചെയ്യാൻ. നമ്മളെപ്പോഴും എപ്പോഴും നോക്കിക്കോളൂ. പിന്നെ ഈ വർമ്മ, ആ ഗ്രൂപ്പിലൊക്കെ പെട്ടിട്ടുള്ളവര് ഭരിക്കുന്നവരാണ്. അവരെ പഠിപ്പിക്കുന്നവരും അവരെ അഡ്വൈസ് ചെയ്യുന്നവരാണ് ബ്രാഹ്മണന്മാർ. കച്ചവടം അറിയാണ്ടുള്ളൂ. കച്ചവടം അറിയുന്നവരാണ്. പക്ഷെ ഇവരാണ് മറ്റവരെ കൊണ്ട് കച്ചവടം ചെയ്യിപ്പിക്കുന്നത്. കറക്റ്റ് ആയിട്ട്. ഓക്കെ. ശൂദ്ര സുഖമാപ്നിയാത്. ഈ എല്ലാം ചേർന്നിട്ടുള്ളവരെ സുഖം ഉണ്ടാവുള്ളൂ ഈ കാലത്ത്. കലികാലത്തില് ഇത് മാത്രം വെച്ചവന് പ്രൊമോഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ, അതായത് ക്ഷത്രിയ തലം ഉണ്ടാവണം, ബ്രാഹ്മണ തലം ഉണ്ടാവണം, വാണിക വൈശ്യ തലം ഉണ്ടാകണം, എല്ലാം ഉണ്ടാവണം. ശൂദ്ര തലം. ഐ മസ്റ്റ് ബി റിച്ച് ഫോർ മൈ കപ്പ് ഓഫ് ടീ. എന്തുകൊണ്ടാണ് എനിക്ക് ഇരുന്ന് ഇങ്ങനെ ധൈര്യത്തിൽ സംസാരിക്കാൻ പറ്റുന്നത്? പെൻഷൻ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടുമോ? കിട്ടില്ല. അപ്പൊ ജീവിക്കാനുള്ള വകുപ്പുണ്ടാക്കാനും, പക്ഷെ എൻ്റെ സുഖം ഇത്രയൊക്കെ വേണ്ടൂ എന്ന് തീരുമാനിക്കാനുള്ള സാത്വികതയും കൂടി എനിക്കുണ്ടായാലേ, എൻ്റെ രാജസികത മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ 15-16 അധ്യായത്തിലൊക്കെ വരുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ സ്ഥിരമായിട്ട് പറയുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ ഒരു മിക്സ് ആയി കഴിഞ്ഞാലേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടും. അതുകൊണ്ടാണ് നമ്മുടെ മുനി പദവികളിൽ പോലും രാജഋഷി എന്ന് പറയുമ്പോൾ എന്താണ്? രാജ്യത്വം വേണം അയാൾക്ക്. ഈ പവറും കുറച്ചും കൂടി ഉണ്ടായാലേ പറ്റുള്ളൂ. 2026 ഇത് 4 കൂടി കൂടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതാണ്. അല്ലാതെ ഒന്നിലേക്ക്. അത് മാത്രമല്ല, നമ്മൾ ഇതൊന്നും ഉണ്ടായിട്ടും സന്തോഷിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ? കറക്റ്റ്. സന്തോഷമില്ലാത്ത ഒരുപാട് പേരെ നമുക്കറിയാം. അല്ല, ശരിക്കും ശൂദ്രൻ എന്ന് പറഞ്ഞാൽ സുഖിക്കുന്നവനാണ്. ശൂദ്രൻ സുഖം ആപ്നുയാത്താണ്. എപ്പോഴും സുഖം കണ്ടെത്തും. കാശുണ്ടോ? അത് പോയി പോട്ടടാ. അത് പറഞ്ഞു കൊടുത്താൽ അത് ശരിക്കും പറഞ്ഞു കൊടുത്താൽ ഇവിടുത്തെ പല ബ്രാഹ്മണരും പിന്നെ ശൂദ്രാവാൻ വേണ്ടി നടക്കും. അല്ല, ഒരിക്കലും സുഖമില്ല. ബ്രാഹ്മണന്മാർക്ക് പലർക്കും സുഖമില്ല. കാരണം കുറെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. അത് വേറൊരാളെ ഇപ്പൊ ഭരിക്കണത്. അതെ അതെ, കറക്റ്റ്. ബ്രാഹ്മണന്മാർക്ക് ശമ്പളം കൊടുക്കുന്നവൻ ഇപ്പോഴും പൊളിറ്റീഷ്യനാണ്. അപ്പൊ അവന് ആഗ്രഹം ഉണ്ടായിക്കൂടെ അവൻ പൊളിറ്റീഷ്യൻ? ഞാൻ ഈ ജാതി വ്യവസ്ഥയെ പറ്റി പലരും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പം ഞാൻ എൻ്റെ അറിവ് വെച്ച് ഞാൻ പലരോടും സംസാരിക്കാറുണ്ട്. പിണറായി വിജയൻ ഇത് ഇതുവരെ കേട്ടിട്ടില്ല. ഇല്ല, ഈ തരം കേട്ടിട്ടില്ല. അല്ല, ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, ഈ ജാതി വ്യവസ്ഥ, നമ്മൾ ഈ ജാതി വ്യവസ്ഥയ്ക്കൊക്കെ എതിരെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ ആൾക്കാരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ ജാതി വ്യവസ്ഥയെ അല്ലെങ്കിൽ ചാതുർവർണ്ണ വ്യവസ്ഥയെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കണം, ഇതൊക്കെ പിണറായി വിജയൻ ജാതിയിൽ ഈഴവനാണ്, പക്ഷേ അയാൾ ക്ഷത്രിയ ധർമ്മമാണ് ചെയ്യുന്നത്. അല്ല, അതിപ്പം പിണറായി വിജയന്റെ ഈഴവൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാ അറിയോ? ഈഴവനല്ല പിണറായി, തീയന്മാരാണ്. ഞങ്ങളുടെ നാട്ടില് തമാശക്ക് പറയാട്ടോ, ഇത് ശ്രീനാരായണ ഗുരുവിന്റെ വലിയൊരു ഭക്തനായ അദ്ദേഹത്തിന്റെ, ഞാൻ പറഞ്ഞല്ലോ, സർവമത സമ്മേളനത്തിന്റെ പ്രോഗ്രാം നടത്തിയതും ആദ്യമായിട്ട് പ്രഭാഷണം ഞാൻ ഡൽഹിയിൽ നടത്തിയതൊക്കെ ഇഴവന്മാരുടെ, ശ്രീനാരായണ ഗുരുവിന്റെ ചതയതിനായാലും ജന്മദിനായാലും ഒക്കെ എന്നെ വിളിക്കും. കണ്ടപ്പോൾ ചിലപ്പോൾ ഇഴവനാന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ പറയാറുണ്ട് തമാശയിൽ. അത് കഴിഞ്ഞപ്പോഴാണ് ആരോ കണ്ടുപിടിച്ചത് ഞാൻ നമ്പ്യാരാണെന്നും അങ്ങനെ വേൾഡ് നായർ സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആക്കി മാറ്റിയതൊക്കെ അങ്ങനെയാണ്. ടി കെ നായരൊക്കെ ആയിരുന്നു കമ്മിറ്റിയിലുണ്ടായിരുന്നു, TP ശ്രീനിവാസനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ കാലത്താണ് ഞാൻ അവിടെ വേൾഡ് നായർ സമിതിയുടെ ആവുന്നത്. കുറെ കാലം കഴിഞ്ഞിട്ടാണ്. എൻ്റെ ആദ്യത്തെ പ്രഭാഷണമൊക്കെ ശ്രീനാരായണ ഗുരുവാണ്. കാരണം മൂല്യമുള്ള സംസാരം, നമുക്ക് ഒരു ഫിലോസഫി പറയണമെങ്കിൽ ശ്രീനാരായണ ഗുരു ഉള്ളത് വിശ്വസിക്കുന്നതാണ്. പിന്നെ ഇൻ ദ സിമ്പിൾ ഫോം. അതെ, അദ്ദേഹത്തെ സിമ്പിളാന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ മലയാളം വായിച്ചാൽ മലയാളിക്കും മനസ്സിലാവില്ല, അത്രയും കട്ടി മലയാളമാണ്. മലയാളത്തിൽ വേറെ സംസ്കൃത ഭാഷ ചേർക്കാതെ എഴുതുന്ന കവി.
തമിഴിൽ വേറെ ഭാഷ ചേർക്കാതെ എഴുതുന്ന കവി, സംസ്കൃതത്തിൽ വേറെ, ഇതൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഒരേ സമയത്ത് എഴുതാൻ കഴിവുള്ള ഏക കവി ശ്രീനാരായണ. അതുകൊണ്ടാണ് മലയാളം വായിച്ച പലർക്കും മനസ്സിലാകാത്തത്. പച്ച മലയാളമാണ് അത്. ആഴ്ന്ന് ഊഴ്ന്ന് ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്ക് കേൾക്കുമ്പോഴേ ഇത് എവിടെയാണ് ആഴ്ന്ന് ഊഴ്ന്ന് ഇറങ്ങുക. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതും ശ്രീനാരായണ ഗുരു, ഏറ്റവും കൂടുതൽ ക്ലാസ് എടുത്തിട്ടുള്ളതും ശ്രീനാരായണ ഗുരുവിന്റെ സ്ഥാപനങ്ങളിലാണ്. പക്ഷെ ഒരു തമാശയായിട്ട് പറയാം, അദ്ദേഹം കണ്ണൂർ വന്ന സമയത്ത് ഒരു മാപ്പിള വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ ഏത് ഈ ഒരു ജാതി ഒരു മതം ഒരു ഇടയ്ക്ക് മാപ്പിള എന്ന് മുസ്ലിം മുസ്ലിം, ഞങ്ങളുടെ നാട്ടിലൊക്കെ മാപ്പിള എന്ന് പറയുന്നത് ക്രിസ്ത്യൻസ് ആണ്. ഇത് ഈ കൺഫ്യൂഷൻ എല്ലായിടത്തും ഉണ്ട്. അപ്പം ഈ ഒരു മുസ്ലിം മാപ്പിള അഹമ്മദിയൻ മുഹമ്മദിയൻ എന്ന് ചോദിച്ചു, അങ്ങനെ പറയാലോ. അദ്ദേഹം വന്ന് ചോദിച്ചു, നിങ്ങളൊരു ജാതി എന്ന് പറഞ്ഞല്ലോ, അതേത് ജാതിയാണ്? എടോ താനും തീയനാ. അപ്പൊ പറഞ്ഞു, ഞാനിങ്ങനെ തീയനാവുക? ആടോ താൻ മുഹമ്മദിയനല്ലേ, അതിലും തീയനുണ്ടല്ലോ. അപ്പൊ ക്രിസ്ത്യൻ വന്ന് ചോദിച്ചു, ഞാനോ? എടോ താൻ ക്രിസ്ത്യനല്ലേ, അത് തീയനല്ലേ. അപ്പോ സവർണ മേധാവിത്വമുള്ള നാടാണ്. അവര് വന്ന് ചോദിച്ചു, ഞാനോ? എടോ താൻ ഭാരതീയനാന്ന്. തീയൻ, അതിലും തീയനാണ്. വേറൊരു തമാശ പറയാറുണ്ട്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം, അതേത് ജാതിയാന്ന് ചോദിച്ചു. ജാതി ചോദിക്കരുതെന്ന് പറയാം ഇല്ലേ? കാരണം അദ്ദേഹം തമിഴ്നാട്ടിൽ ഇടക്കിടയ്ക്ക് പോകുന്ന ആളാണ്. അവിടുന്ന് കുറെ ജാതി മരം കൊണ്ടുവന്നു, ചോദിക്കുന്നവർക്കൊക്കെ കൊടുത്തു. അവസാനം ഒരു ജാതി ഉള്ളത് ചോദിക്കരുത്, അത് തരാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ തമാശ പറയാം. അയ്യോ, ശ്രീനാരായണ ഗുരു എനിക്ക് തോന്നുന്നു അദ്ദേഹം നല്ല തമാശക്കാരനായിരുന്നു. ലോകം മുഴുവൻ ഒരു പക്ഷേ ശ്രീനാരായണ ഗുരുവിന്റെ തമാശ കേൾക്കാൻ എന്ത് രസമായിരുന്നു അത് പറയാറുണ്ട്. ഞങ്ങളുടെ നാട്ടില് ജഗന്നാഥ് ടെമ്പിൾ ഉണ്ട് തലശ്ശേരിയിൽ. അവിടെ ഈഴവന്മാർക്ക് വേണ്ടിയിട്ട് ക്ഷേത്രം ഉണ്ടാക്കി. പക്ഷെ ശ്രീനാരായണ ഗുരു ഈഴവന്മാർക്കല്ല ഉണ്ടാക്കിയത്, ആർക്കും വരാൻ പോകുന്ന ക്ഷേത്രമാണ്. പക്ഷെ എടുത്തു വന്നപ്പോ കമ്മിറ്റി എന്ത് തീരുമാനിച്ചു, ഈഴവന്മാരെ ഇതിനകത്ത് കയറുള്ളൂ, അതിൽ താഴെയുള്ളവരില്ല മുകളിലുള്ളവരെ കയറുന്നതാണ്. അപ്പോ കമ്മിറ്റി തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ഗുരു അവിടെ പോയ സമയത്ത് അവർ പറഞ്ഞു, ഇത് ഇങ്ങനെയാണ് ഇവിടുത്തെ, അല്ല അത് പറ്റില്ല കേട്ടോ, എല്ലാവർക്കും കയറാം. അപ്പൊ പറഞ്ഞു, അടുത്ത കമ്മിറ്റി അടുത്ത വർഷം, ഒരു വർഷം കഴിയട്ടെ എന്നിട്ട് തീരുമാനിക്കാന്ന് പറഞ്ഞു. അന്ന് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റപ്പോ ഒരു വർഷം കഴിഞ്ഞു, ഇനി തുടങ്ങിക്കൊള്ളാം. നല്ല നല്ല മഴ പെയ്തു. ഇപ്പൊ നല്ല ബോധം, നമ്മുടെ ആ ബോധമൊന്നും നമ്മുടെ ഫോളോവേഴ്സിന് ഇല്ല എന്നുള്ളതാണ് കഷ്ടം. ഈ അടുത്തിടയ്ക്ക് ഇപ്പം ഞാനിങ്ങനെ വീണ്ടും നമ്മൾ ആ ചാതുർവർണ്ണ വ്യവസ്ഥയിലേക്കും ജാതിയിലേക്കും വരുമ്പോൾ ഓരോ ജാതിയിലും പരസ്പര ഉപദ്രവവും സഹായവും ഉണ്ടായിട്ടുണ്ട്. ഇതിനെ ആ കണ്ണിലൂടെ കാണുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണുള്ളത്. അത്തരത്തിൽ ചില വിഷണറിയായ ചില കാഴ്ചപ്പാടുകളുള്ള തോട്ട് പ്രോസസ്സുകളുള്ള ലീഡേഴ്സ് ഇന്ന് ഒരു സ്ഥലത്തുമില്ല എന്നുള്ളതൊരു വലിയ അഭാവമല്ല. അല്ല, അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടില് തെയ്യം കെട്ടുന്നവര് ലോ കാസ്റ്റ് ആണെന്ന് പറയുന്ന ഈ പറഞ്ഞിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ്ലി റിസർവ്ഡ് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ളവരാണ് തെയ്യം ആർട്ടിസ്റ്റുകൾ. അവരുടെയൊക്കെ ഒരു മുറി എന്ന് പറയുന്നത് തെയ്യത്തിന്റെ ഒരു സ്ഥാനമുണ്ട്. അത് ഭഗവാന്റെ സങ്കല്പത്തിലുള്ള സ്ഥലമാണ്. തെയ്യം വേഷം കെട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ സവർണന്മാരും ഹയർ കാസ്റ്റുകാരും അവരുടെ മുമ്പിൽ തൊഴുതുകൊണ്ടിരിക്കണം. ഇതിനുണ്ടായ ഒരു സങ്കല്പമാണ് തെയ്യം. ഓ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മുടെ എന്തിനാ ഇങ്ങനെ വേഷം കെട്ടിയിട്ടൊക്കെ വന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഒരാൾ തെയ്യം കെട്ടാണ്. മാഷ് എല്ലാ ദിവസവും ലേറ്റ് ആയിട്ട് വരുന്നതിന് സ്ഥിരമായിട്ട് വഴക്ക് പറയുന്ന പയ്യനാണ്. പക്ഷേ തെയ്യം കെട്ടിക്കഴിഞ്ഞാൽ മാഷിന്റെ കൈ പിടിച്ചിട്ട് കുറെ സമയം വർത്താനം പറയും. 9 മണിയാകുമ്പോഴും വിടില്ല, അങ്ങോട്ട് ലേറ്റ് ആയിട്ട് പോയ. മനസ്സിലായി? ഇതൊക്കെ നമ്മുടെ സങ്കല്പങ്ങളിൽ ഇത്തരം മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് കവിത എഴുതുന്നവരുണ്ടാവും, ഇങ്ങനെ ഒരു ആർട്ട് ഫോം ഉണ്ടാക്കിയവരുണ്ടാവും, ദൈവവിശ്വാസങ്ങളിലൂടെ ഇതിലെത്തിയിട്ടുള്ളവരുണ്ടാവും, വൈദ്യന്മാരായിട്ട് വന്നിട്ടുള്ള കുറേ ആൾക്കാർ. ആദ്യമായിട്ട് കൺവേർഷൻ നടത്തിയത് ആരാന്നറിയോ? രാജാവാണ്. ഇവിടെ വന്ന കുറേ പാതിരിമാരെ മ്ലേച്ഛന്മാരെന്നാ പറയാ. അവരുടെ ഭാഷ എനിക്കറിയില്ലെങ്കിൽ അവളെ മ്ലേച്ഛനാണ്. മ്ലേച്ഛൻ എന്ന് പറഞ്ഞാൽ അത്രേ അർത്ഥമുള്ളൂ. നിങ്ങളുടെ ഭാഷ എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ വന്നവർക്ക് മലമ്പനി പിടിച്ച് കിടക്കുമ്പോൾ അവരെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണന്മാരായ വൈദ്യന്മാരെ, അതുകൊണ്ടാണ് ഈ വൈദ്യൻ എന്നുള്ള പേര് ക്രിസ്ത്യൻസിന് വന്നത്. കൺവെർട്ട് ചെയ്യിപ്പിക്കാണ് കാശ് കൊടുത്തിട്ട്. രാജാവ് ചെയ്തതാണ്, ക്രിസ്ത്യാനിയായിട്ട് കണ്ടു. കാരണം അല്ലെങ്കിൽ അവർ തൊടില്ല. ഹയർ കാസ്റ്റ് ആയിട്ടുള്ള നമ്പൂരിമാര് ഈ മ്ലേച്ഛന്മാരുടെ അടുത്ത് പോയിട്ട്, മ്ലേച്ഛന്മാരെന്ന് പറയുമ്പോൾ നമുക്കൊരു നീച തോന്നലാണ്, അവരെ പോയിട്ട് ചികിത്സിക്കാൻ പറഞ്ഞപ്പോൾ, കാരണം അവരുടെ വെൽ വിഷർ ആയിട്ട് മാറുന്ന ആളാണ് രാജാവ്. എൻ്റെ രാജ്യത്തുള്ള എല്ലാവരുടെയും നന്മയാണ് എൻ്റെ പണി. അത് ചെയ്യാൻ പറ്റാത്തപ്പോൾ അവരെ നോക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയിട്ട് മാറ്റിയിട്ട് ചികിത്സിപ്പിക്കാൻ വേണ്ടിയിട്ട് ധനവും
വീടും ഒക്കെ ബ്രൈബ് ചെയ്തിട്ട് അങ്ങനെ കൺവേർഷൻ ആദ്യം തുടങ്ങിയത് രാജാവാണ്. അത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ ചാതുർവർണ്ണ്യ വ്യവസ്ഥിതിയുടെ തലം എന്നുള്ളത് ഭൗതികമായ ഒരു തലമാണെന്നുള്ളത് തിരിച്ചറിയാത്ത ഒരു കാലമായിരുന്നു. നമുക്കിതിനൊന്നും ചരിത്രം ആരും നോക്കുന്നില്ല. അത് പിന്നെ അത് വേറെ ഇഷ്യൂ. ഇപ്പം ഞാനിപ്പോൾ നമ്മളുടെയൊക്കെ ഇപ്പം എനിക്ക് 29 years ഓൾഡാണ്. അപ്പം നമ്മളൊക്കെ ഞാൻ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, നമുക്ക് ഈ പറയുന്ന ഇതിനു മുമ്പുണ്ടായ ദുരനുഭവങ്ങളൊന്നും നമുക്കില്ല, നമ്മൾ കേട്ടിട്ടേ ഇല്ല, നമ്മളുടെ മനസ്സിലും അതില്ല, നമ്മളുടെ വീട്ടിലും അങ്ങനെയുള്ള കാര്യങ്ങളില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ പല ഡിസ്കഷനിലും ഫീൽ ചെയ്യുന്നത് ഇത് അനുഭവിച്ച ആളുകളുണ്ടല്ലോ, ഇപ്പോൾ ഈ പറഞ്ഞ ഇൻസൾട്ടുകളും കാര്യങ്ങളൊക്കെ അനുഭവിച്ച ആളുകൾ തലമുറകൾ കഴിഞ്ഞ് വരുമ്പോഴും അവരുടെ ഉള്ളിൽ ഈ ഒരു പെയിൻ ക്യാരി ചെയ്തുകൊണ്ട് വരികയും നമ്മളുടെ തലമുറ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഇവർ കാണുമ്പോൾ നമ്മളോട് ഒരു അകൽച്ച സ്വാഭാവികമായിട്ട് സംഭവിക്കുകയൊക്കെ ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ട്. അത് നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഒരുപക്ഷെ നമ്മുടെ 2 തലമുറ കൂടി ഒന്നും ചെയ്ത് കാണത്തുമില്ല, പക്ഷെ അതിപ്പോഴും ആ മനസ്സിൽ ക്യാരി ചെയ്തുകൊണ്ട് നടന്നിട്ട് ഒരു ജനറേഷൻ പോരാ. അത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ പോലും ഉണ്ട്. ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മിനിസ്ട്രിയിൽ എൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിസർവ്ഡ് കാറ്റഗറിയിലുള്ള എല്ലാ ഇൻ്റർവ്യൂവിലും അയാളൊരു മെമ്പറാണ്. കാരണം അങ്ങനെ ഒരു കമ്പൽസറി ഒരു മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരാളുണ്ട്. അയാൾ ഒരു ദിവസം വന്നിട്ട് എന്നോട് പറയാണ്, ലഞ്ച് ടൈമിൽ ഡിസ്കഷൻ ഇരിക്കുന്ന സമയത്ത് കാഷ്വലായിട്ട് ഒരു കാര്യം പറയുന്നു. പക്ഷേ എൻ്റെ മകൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു, എനിക്കത് ഉത്തരമില്ല, എന്താ പറയുക. ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ പഠിപ്പിച്ചിട്ടുണ്ട് അൺടച്ചബിൾ ആയിട്ടുള്ള, കാട്ടിൽ മാത്രം ജീവിക്കുന്ന കുറേ ആൾക്കാരുള്ള സ്ഥലമാണ് കേരളം, ആന്ധ്ര, അങ്ങനെയൊക്കെ. അപ്പം മകൻ സോഷ്യൽ സയൻസ് ക്ലാസ് പഠിച്ചതാണ്. ഒറീസയിലും ആന്ധ്രയിലും കേരളത്തിലൊക്കെ അങ്ങനെയുള്ളവരുണ്ട്, നോർത്ത് ഈസ്റ്റിലുണ്ട്, ചില സ്ഥലത്തൊക്കെ ഉണ്ട്. അവർ കറുത്ത എക്സ്പ്രഷനിൽ തന്നെ അവരെ കാണാം, വ്യത്യസ്തമാണ്, അവരുടെ ജീവിതശൈലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ മകൻ ചോദിക്കുകയാണ്, അടുത്ത വെക്കേഷന് പോകുമ്പോൾ അങ്ങനെ ഒരാളെ തൊടാൻ എന്നെ ഒന്ന് സമ്മതിക്കണം. ആരോടാ ചോദിക്കുന്നത്? അതേ കാറ്റഗറിയിൽപ്പെട്ട. കാരണം ഈ മകനെ ഡൽഹിയിൽ സ്കൂൾ ചേർക്കുമ്പോൾ ജനറൽ കാറ്റഗറിയിലാണ് ചേർത്തത്. കാരണം ഹി ഡസന്റ് വാണ്ട് റിസർവേഷൻ. ഇയാൾ അനുഭവിച്ച ഈ പറഞ്ഞ ഒരു ഷെയിം ഉണ്ടല്ലോ, ഓരോ കമ്മിറ്റിയിൽ ഇരിക്കുമ്പം അവരുടെ ധാരണ നമ്മൾ കമ്മിറ്റിയിൽ ഗ്രേറ്റ് ആയിട്ടിരിക്കുന്നതല്ല, ഞാൻ ഈയൊരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത് എന്ന് എൻ്റെ മകനിൽ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരച്ഛൻ്റെ കഥയാണ്. ഇതെല്ലാം നമ്മുടെ തലയ്ക്കകത്താണ്. അയാൾ അങ്ങനെ ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. മറ്റുള്ളവർ ചിന്തിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല. ഞാൻ എന്നിട്ട് അവനോട് പറഞ്ഞു, ഞാൻ പേര് അറിഞ്ഞുകൊണ്ട് പറയാത്തതാണ്, നാവിലിങ്ങനെ വരുന്നുണ്ട് പേര്, കാരണം അങ്ങനെയാണ് ഞാൻ വിളിച്ചിട്ടുള്ളത്. ഒരു കുഴപ്പമില്ല, ഇന്ന് കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ അവനോട് പറയാം, നമ്മളൊക്കെ അതിൽ പെട്ടിട്ടുള്ളവരാണ്. ദൈവമേ, മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ശരിക്കും അനുഭവിച്ചിട്ടുള്ള ആളാണ്. ഇങ്ങനെ കുറേ കഥകളും അവരുടെയൊക്കെ കൂടെ ജീവിക്കുകയും. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത്, ഞാൻ അവനെ കെട്ടിപ്പിടിക്കുമ്പോൾ അവനെന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാവും. ചേർത്ത് പിടിക്കലിലൂടെയാണ് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും. അത്രേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു അങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുള്ള 2 മഹാനേതാക്കന്മാരാണ് മന്നത്ത് പത്മനാഭനും ശ്രീനാരായണ ഗുരു. കറക്റ്റ്. പക്ഷെ അവരുടെ ഫോളോവേഴ്സിന് അത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുഃഖം. അവരെ തമ്മിൽ തീർച്ചയായിട്ടും. അയ്യങ്കാളിയും മന്നത്ത് പത്മനാഭനും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ഒക്കെ സങ്കല്പിച്ച ഒരു സങ്കല്പം നമ്മുടെ കേരളത്തിൽ ഇന്നില്ല. ആ സങ്കല്പം മനസ്സിലാക്കുന്ന ഒരു സമൂഹം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഏറ്റവും കൂടുതൽ പ്രഭാഷണം നടന്നിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആണെന്നും, ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ അത്രയും ഞാൻ NSSന് വേണ്ടി ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇവരുടെ ഫോളോവേഴ്സിനെ ചേർത്ത് പിടിക്കാൻ പറ്റും. ഇവിടെയെല്ലാം സമൂഹം അല്ല, ഇത് നമ്മളിപ്പോ പറഞ്ഞു വന്ന് ഹിന്ദുവിസത്തിലുള്ള എന്തായാലും നമ്മൾ തുടങ്ങിയത് ജാതിയിൽ നിന്നാണ്. ജാതിയുടെ തലത്തിലേക്ക് നമ്മുടെ ചർച്ചകൾ പോയി. എനിക്ക് തോന്നുന്നു ഏകദേശം ജാതിയാണ്. ഇത് എന്തുട്ട് ജാതി ചർച്ച, കമന്റുകൾ വരാതിരിക്കട്ടെ. എന്തായാലും TPS ഡോക്ടർ അഭിജിത്ത്, നമസ്കാരം.